ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നമ്മുടെ വീടിൻ്റെ ഒരു സൈഡാണ് കേട്ടോ ഇത്. ഇത്രയും ദിവസം നിർത്താതെ മഴ പെയ്തുകൊണ്ടിരുന്നത് കാരണം ഈ വശത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയിരുന്നില്ല. നല്ല കൊതുകും ഭയങ്കര പ്രാണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ക്ലീനിങ് ഒന്നും നടന്നില്ല. പിന്നെ ജൂട്ട്സൺ ഒരു ദിവസം ചെയ്യാൻ പോയപ്പോഴേക്കും ഞാൻ എന്തായാലും മഴയൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തി വെച്ചതാണേ. അപ്പോൾ ഇന്നലെ നല്ല വെയിലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഉച്ച ആവാറായപ്പോഴേക്കും തുടങ്ങിയതാണ് കേട്ടോ. കുറച്ച് ചട്ടികളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം അതൊക്കെ ഒന്ന് ഒതുക്കി ടാങ്കിൻ്റെ മുകളിലോട്ട് കയറ്റി വെച്ചു. അവിടെ വാട്ടർ മീറ്ററിൻ്റെ ടാങ്ക് അവിടെയാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ ആ പുല്ലൊക്കെ പറിച്ചു. അവിടെ കുറേ ആവശ്യമില്ലാത്ത മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മരപ്പണിക്കാരനായത് കാരണം ഞാൻ എൻ്റെ വെട്ടുകഷ്ണങ്ങളൊക്കെ വയ്ക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ജൂട്ട്സൺ ഇങ്ങനെ എന്നോ പണിക്ക് വേണ്ടി വരും എന്നുള്ളൊരു വിചാരത്തിൽ വെച്ചേക്കണതാണ്. എവിടെ അത് കാലം കുറേ ആയി അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കളയുമില്ല എടുക്കുകയില്ല, അങ്ങനെ ഇരുന്ന് ദ്രവിച്ചു പോണ രീതിയിലാണ് അത് ഇരിക്കുന്നത്. പിന്നെ ജൂട്ട്സൺ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കഷ്ണത്തിൽ നിന്ന് ഞാൻ ചിലപ്പോൾ ചെടിച്ചിട്ട് വെക്കാനായിട്ട് എടുക്കാറുണ്ട് കേട്ടോ. പറഞ്ഞു വന്നപ്പോഴേക്കും മരപ്പണിയിലേക്ക് പോയല്ലേ. അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പം ഞാനിങ്ങനെ പുല്ല് പറിക്കാനൊക്കെ ഇറങ്ങുമ്പോഴേക്കും കയ്യിൽ ഗ്ലൗസിന് പകരം ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ ചുറ്റിയിട്ടിട്ടാണ് കേട്ടോ വരാറ്. എങ്ങാനും വല്ലതും കുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. വലിയ ബലമുള്ള കവറൊന്നും അല്ല, എന്നാലും നമുക്കൊരു സേഫ്റ്റി തോന്നാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് സ്കിൻ അലർജി കാരണം ചൊറിച്ചിലും കൂടി വരണ്ടാന്ന് എഴുതിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊന്നു ലേസ് തരാൻ വേണ്ടി വന്നതാണേ. അവളോട് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിക്കണ്ടായിരുന്നില്ല. ഒരു കഷ്ണം വായിൽ വെച്ച് തന്നിട്ടാണ് പോയത്. എനിക്ക് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും കഴിക്കണത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. കൈയും കാലം കഴുകി വായൊക്കെ കഴുകിയിട്ട് അങ്ങനെ കഴിക്കുകയുള്ളൂ. പിന്നെ അവൾ നിർബന്ധിച്ചപ്പോൾ ഞാൻ അങ്ങനെ കഴിച്ചു പോയെന്നേ ഉള്ളൂ. അങ്ങനെ ആ സൈഡിൽ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇപ്പുറത്തെ ഭാഗത്തേക്ക് പോന്നേ. വരാന്തയുടെ സൈഡാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ നമ്മുടെ ഹാങ്ങിങ് ബോട്ടിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് ടർട്ടിൽ വൈനൊക്കെ വീണിട്ട് താഴെ പടർന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ചു മാറ്റി. പിന്നെ അതും കഴിഞ്ഞ് സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ വന്നത്. അവിടെ മണി പ്ലാന്റ് നട്ടിരിക്കുന്നത് ഒരലിൻ്റെ മുകളിലാണ് കേട്ടോ. ഒരലിൻ്റെ മുകളിൽ ഒരലിൻ്റെ ആ കുഴിയുടെ ഭാഗത്ത് ഞാൻ ചട്ടി ഇറക്കി വെച്ചിരിക്കുവാണേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ട്രിം ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ മഴക്കാലം ആകുമ്പോഴേക്കും ഇതുപോലെ കാട് പോലെ ആവും കേട്ടോ. അപ്പം ഞാനത് ഒന്ന് വൃത്തിയാക്കി കൊടുക്കുവാണേ. അതുപോലെ ഒരു ബൗളിൻ്റെ അകത്ത് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മണ്ണൊക്കെ പോയി വേര് മാത്രമായി. അപ്പം ഞാനത് മൊത്തമായിട്ട് കളഞ്ഞിട്ട് ഇനി ബൗള് രണ്ടാമത് ഒന്ന് പെയിൻ്റൊക്കെ ചെയ്തിട്ട് അതിൽ വേറെ പ്ലാന്റ് നടാമെന്ന് കരുതിയിട്ടാണ് മാറ്റി വെച്ചത്. അതുപോലെ വേറെ ടർട്ടിൽ വൈൻ പോലെ തന്നെ ഒരു കുഞ്ഞു ഇലയുടെ ഒരു ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും അവിടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇങ്ങനെ പടർന്ന് വല്ലാണ്ടായിരിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ക്ലീനിങ് പരിപാടികൾ ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗാന്ധി ജയന്തി ആയിട്ട് എൻ്റെ സേവനവാരത്തിൻ്റെ പകുതി പണികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനി അടുത്ത പണികൾ അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു, ബൈ.